ടീം അതെ വെച്ചിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാർ വരുവാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം ഇന്ന് കാണുന്ന നാളെ ഇപ്പോൾ മാരുതി ഇറങ്ങാൻ പോകുന്നുണ്ട്, മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ഓരോരോ കമ്പനീസും അവർ നല്ല ക്വാളിറ്റിയുള്ള നല്ല ലോങ് എന്താ ടൈം പീരീഡ് അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്ന കാറുകൾ ബാറ്ററി കപ്പാസിറ്റി കൂട്ടി ഇറക്കി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് ആൾക്കാർ കൂടുതൽ ഇപ്പോൾ കാറുകളായി, സ്കൂട്ടറുകളായി, ഓട്ടോറിക്ഷകളായി, ബസ് നേരത്തെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ ബസ്സുകൾ ഇതാവും, ലോറികൾ ഇതാവും, ഈവൻ വരുന്ന എല്ലാ വണ്ടികളും ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യും. അതേപോലെ എക്സിക്കോം 96% എഫിഷ്യൻസി ഉണ്ട്. വേറെ ഒരു കമ്പനിക്കും 96 മുകളിലേക്കില്ല. അത് കോമ്പറ്റ് ചെയ്യുന്ന 96 വരെയോ അതിന് താഴത്തേക്കാണ് വേറെ ബ്രാൻഡുകൾക്കുള്ളത്. ഏറ്റവും ടോപ്പിലുള്ള എഫിഷ്യൻസിയാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതേപോലെ തന്നെ IP ലിസ്റ്റഡ് ആണ് നമ്മുടെ എക്സിക്കോം എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പം അത്രയും എന്താ പറയുന്നത്, അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനി. ഇതൊരു വളരെ ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത് പുതിയൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇതിലോടുള്ള ടെക്നിക്കൽ നോളജുകൾ വളരെ കുറവാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ 1 lakh എന്നുള്ളൊരു കോസ്റ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചു വരുന്ന ഒരു കോസ്റ്റ് മതി ഈ സോളാർ വെച്ചിട്ട് അവർക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് ആരെയാ നമ്മൾ പറയാ? ഏത് പ്രൊഫൈലിലുള്ള ആൾക്കാരായിരിക്കണം? അല്ലെ ഒരു ഇത്ര സ്ഥലമുള്ളവരാണോ? എങ്ങനെയുള്ള ഒരു ആൾക്കാർക്കായിരിക്കും ഇത് ഇമ്മീഡിയറ്റ്ലി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുക? നമുക്കിപ്പോൾ 4 കോടി രൂപയോളം നമുക്ക് ഇപ്പോൾ പുതിയൊരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്കീം നമ്മുടെ PM തന്നെ പ്രൈം മിനിസ്റ്റർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് 4 കോടി രൂപയോളം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ 25%. ഇനിയിപ്പോ EV-ലേക്ക് വന്ന ഇതുപോലെ 2017 സോളാർ നമ്മൾ ഒരു മുന്നേ കണ്ട് തുടങ്ങിയ പോലെ തന്നെ ഇപ്പൊ EV ചാർജിങ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പക്ഷെ EV-ലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നത് ശ്രീകാന്ത്, നമ്മൾ സോളാറിനെ അഡാപ്റ്റ് ചെയ്തതിനേക്കാളും ഒരു മച്ച് ഫാസ്റ്റർ സ്പീഡിൽ നമ്മൾ EV-നെ അഡാപ്റ്റ് ചെയ്തു. അറ്റ്ലീസ്റ്റ് കാറുകളുടെ കാര്യത്തിലെങ്കിലും എന്നാണ് റോട്ടിൽ കാണാൻ പറ്റണേ. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണെങ്കിലും ഇഷ്ടം പോലെ EV കാറുകളായി തുടങ്ങി. അവിടെ തന്നെ ആണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും നിൽക്കണേ അല്ലേ? കാരണം ചാർജിങ് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്, ഇപ്പൊ തന്നെ കുറവാണ്. ഈ വരുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഒരിക്കലും ഇപ്പോഴത്തെ ഇത് പറ്റൂല. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു EV-യുടെ ഇതിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് നമ്മൾ സർവീസസ് ഓഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ്? ശരിക്കും EV എന്നുള്ളൊരു കാര്യം ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ആൾക്കാരെ അഡാപ്റ്റ് ചെയ്ത ഒരു സമയം, ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷോർട്ട് പീരീഡ് ആയിരുന്നു. കാരണം സോളാർ ഈ പറയുന്ന ഒരു ഒത്തിരി വർഷങ്ങൾ മുമ്പുള്ള ടെക്നോളജിയാണത്. ഈ സമയം ഇത്ര ആവാൻ വേണ്ടി ഇത്ര സമയം പീരീഡ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആവശ്യമുള്ള നിസ്സാരമാണ് പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ നേരെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം തന്നെയാണ് നമ്മുടെ EV ചാർജിങ് സ്റ്റേഷൻസിന്റെ ആവശ്യവും അതിന്റെ എന്താ പറയുന്നത് നിലവിലുള്ള കേപ്പബിലിറ്റിയും അതെ വെച്ചിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാർ വരുവാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം ഇന്ന് കാണുന്ന നാളെ ഇപ്പോൾ മാരുതി ഇറങ്ങാൻ പോകുന്നുണ്ട്, മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ഓരോരോ കമ്പനീസും അവർ നല്ല ക്വാളിറ്റിയുള്ള നല്ല ലോങ് എന്താ ടൈം പീരീഡ് അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്ന കാറുകൾ ബാറ്ററി കപ്പാസിറ്റി കൂട്ടി ഇറക്കി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് ആൾക്കാർ കൂടുതൽ ഇപ്പോൾ കാറുകളായി, സ്കൂട്ടറുകളായി, ഓട്ടോറിക്ഷകളായി, ബസ് നേരത്തെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ ബസ്സുകൾ ഇതാവും, ലോറികൾ ഇതാവും, ഈവൻ വരുന്ന എല്ലാ വണ്ടികളും ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യും. ഈവൻ സൈക്കിളുകൾ വരെ ഇപ്പോൾ ഇതായി തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഈ EV ചാർജിങ് സ്റ്റേഷന്റെ ആവശ്യം അല്ലെങ്കിൽ ചാർജറിന്റെ ആവശ്യം ഇത് വെച്ചിട്ട് കൂടി ഓരോ ദിവസവും കൂടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുവാണോ അത്രയും നമുക്ക് അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് 4 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർ വരും. ഇതെല്ലാം നമുക്ക് അല്ലാണ്ട് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക് വരുന്നു അത്രയും നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും. മനസ്സിലായി. ശ്രീകാന്ത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് ആരെയാ നമ്മൾ പറയാ? ഏത് പ്രൊഫൈലിലുള്ള ആൾക്കാരായിരിക്കണം? അല്ലെ ഒരു ഇത്ര സ്ഥലമുള്ളവരാണോ? എങ്ങനെയുള്ള ഒരു ആൾക്കാർക്കായിരിക്കും ഇത് ഇമ്മീഡിയറ്റ്ലി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുക? ഇത് ശരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് വരുന്ന കോളുകൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് സ്ഥലം നോക്കി നടക്കുന്നുണ്ട്. പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, പുള്ളിയുടെ മകന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി റെഡിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് നാളെ കോളേജിൽ പോകണോ, ഇത് തന്നെ ഫണ്ട് തരും. മനസ്സിലായി. ഇത് സ്കൂളിൽ കോളേജിൽ അടയ്ക്കാനുള്ള പൈസ ഇത് തന്നെ സ്ഥലം മാത്രം ഉണ്ടായാൽ മതി. ഇപ്പൊ സ്ഥലം പുള്ളിക്കില്ല. പുള്ളി നമുക്ക് വേറെ സ്ഥലങ്ങൾ പുള്ളി ലീസിന് എടുത്തിട്ട് ലോങ് പീരീഡിലേക്ക് ലീസിന് എടുത്തിട്ട് ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം അത്രയും പുള്ളി ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതിനത്രയും സാധ്യതകൾ ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ആരൊക്കെ ചെയ്യണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല എക്സസ് ഫണ്ട് ഉണ്ട്. നമ്മൾ ബാങ്കിലിട്ട് കിട്ടുന്ന റിട്ടേണിനേക്കാളും 3-4 ഇരട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇടുന്നതല്ലേ നല്ലത്. അപ്പൊ നമുക്കൊരു ലാൻഡ്, ഇപ്പൊ അവർക്ക് ലാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി ത്രൂ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ഇപ്പൊ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഹോട്ടൽ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ EV വെച്ചിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഇത് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കാർ ചാർജ് ചെയ്യാനുള്ള, തീർച്ചയായിട്ടും ഇനി നമ്മൾ അവിടെ പോകണമെന്ന് നോക്കുമ്പോ EV സ്റ്റേഷൻ ഉണ്ടോ എന്ന് നോക്കി ചൂസ് ചെയ്യാൻ തുടങ്ങും. അതെ, ഇപ്പൊ നമ്മളൊരു ലോങ് ട്രാവലിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം കഴിക്കാൻ ഉള്ള സമയത്ത് എനിക്ക് കാറും കൂടിയും ചാർജ് ചെയ്യാൻ പറ്റിക്കണം. കാറിനും കൂടിയുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ ഞാൻ ഒരു ഹോട്ടലിൽ അവിടെ EV ചാർജർ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറും. മനസ്സിലായി. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി എന്നുള്ളത് ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് മാറിപ്പോകും. തീർച്ചയായിട്ടും ഇപ്പോഴും ഇവർക്ക് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് മാളുകള്, ഹോസ്പിറ്റൽസ്, പിന്നെ ഇപ്പോൾ DDRC ഒക്കെ ഒത്തിരി അവർക്ക് ബ്ലഡ് കളക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നതിനൊക്കെ അവർ EV ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെലിവറി ബോയ്സ്, ഡെലിവറി ചെയ്യുന്ന വണ്ടികൾ ഒക്കെ EVയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഇവർക്ക് ആവശ്യം വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ എവിടെയൊക്കെ വണ്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന അവർക്കൊക്കെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. അഗെയിൻ നമ്മൾ സോളാറിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വളരെ ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല ഇത് പുതിയൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇതിലോടുള്ള ടെക്നിക്കൽ നോളജുകൾ വളരെ കുറവാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടത്? ഇതുപോലെ ഇപ്പൊ എനിക്കൊരു സ്ഥലമുണ്ട്, നാഷണൽ ഹൈവേ സൈഡ് ആണെന്ന് വിചാരിക്കുക, ഞാൻ അവിടെ ഒരു EV ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ റെഡിയാണ്, കൊമേഴ്ഷ്യൽ സ്റ്റേഷൻ. അവിടെ ഞാൻ അത്ര ഞാൻ തീരുമാനിച്ചു. എന്താണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്തായിരിക്കണം? നമ്മളിപ്പോ സോളാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഏതാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സിക്കോം എന്ന് പറയുന്ന ബ്രാൻഡ്. എക്സിക്കോം എന്നുള്ള ബ്രാൻഡാണ് നമ്മുടെ ഇവിടുത്തെ ബെൻസ്, വോൾവോ, ടാറ്റ, അങ്ങനെയുള്ള മിക്ക കമ്പനികളുടെയും ചാർജർ സപ്ലൈ ചെയ്യുന്ന കമ്പനി എക്സിക്കോമാണ്. ഇപ്പൊ 71,000-ഓളം AC ചാർജേഴ്സ് എക്സിക്കോം കൊടുത്തിട്ടുണ്ട്. 4,500-ഓളം DC ചാർജേഴ്സ് എക്സിക്കോം കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ പക്ഷെ കാണുന്ന വേറെ ബ്രാൻഡിന്റെ പേരിലായിരിക്കും എന്നുള്ളതാണ്. ഈ എക്സിക്കോം ഡയറക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എക്സിക്കോം എന്തുകൊണ്ട് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആദ്യം സോളാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? എക്സിക്കോം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് റീബ്രാൻഡ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതിന്റെ സർട്ടിഫിക്കേഷൻ, ഇതിന് ARI സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു 80% ARI സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് വരുന്നത്. പിന്നെ നമ്മൾ ARI സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വേറൊരു ബ്രാൻഡ്, ഇതൊരു മദർ കമ്പനി ഉണ്ടാവും, ഏത് കമ്പനിയുടെ പേരിലാണോ ബ്രാൻഡ് ചെയ്ത് വന്നാക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് ചെയ്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണല്ലോ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ്. മാനുഫാക്ചറർക്ക് മാത്രം പോരാ ഈ കമ്പനി എന്നാലാണല്ലോ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി. അപ്പൊ കോമ്പോണൻസിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ എക്സിക്കോം എന്നുള്ള ഇത് ഒരു ടോപ്പ് ബ്രാൻഡ് ആണല്ലോ. ഇത് സെലക്ട് ചെയ്യുന്നതിലൂടെ കസ്റ്റമർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒഴിവാകുന്ന തലവേദനകൾ എന്തൊക്കെയാണ്? എക്സിക്കോം ആണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ബ്രാൻഡ്. അതിന്റെ എഫിഷ്യൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്യൂറബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വേറെ ബ്രാൻഡുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ക്വാളിറ്റിയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സിക്കോം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നത്. നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പോൾ വന്നൊരു കാറാണ് വിൻസർ. അപ്പൊ ഇത് വന്ന സമയത്ത് പോലും നമ്മുടെ എക്സിക്കോം അതായിട്ട് കോമ്പാറ്റബിൾ ആയിരുന്നു. ഒരു പുതിയൊരു എന്താ പറയുന്ന കാറ് വരുന്നു, അപ്പൊ ആ സമയത്ത് വേറെ ചാർജേഴ്സിൽ കുത്തിയിട്ട് ഒത്തിരി ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് എന്താ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചാർജർ ഗണ്ണായിരുന്നു നമുക്ക് ഇതിന് വന്നിരുന്നത്. അപ്പൊ ഇത് ഓവർലോഡ് വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്ലഗ് ഇൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ചാർജേഴ്സ് ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എക്സിക്കോം അപ്പോഴും എന്താ നിലനിന്നിരുന്ന ആയിരുന്നു എക്സിക്കോം. അപ്പൊ അത് എക്സിക്കോമിന്റെ പിന്നെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ റിലയബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് എക്സിക്കോം ആണ്. 22 രാജ്യങ്ങളിലേക്ക് എക്സിക്കോം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു കമ്പനിയാണ് എക്സിക്കോം വരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ടാറ്റ പവറും GOBPയും കേട്ടോ, ഇതിന് സപ്ലൈ ചെയ്യുന്ന എക്സിക്കോം ആണ്. വൈറ്റ് ലേബിൾഡ് ആണ്. അപ്പൊ അതേ ക്വാളിറ്റി ചാർജസ് തന്നെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സെയിം തന്നെ വേറെ ഇപ്പൊ ചില ബ്രാൻഡുകൾ പറയും അതിന്റെ എന്താ പറയുക എസ്തെറ്റിക്കലി ഒന്ന് ചെറിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറയും അവരുടെ കമ്പനീസിന് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം എക്സിക്കോം തന്നെയാണ്. മീൻസ് ആ സെയിം കമ്പോണന്റ് തന്നെയാണ്. നമ്മുടെ എക്സിക്കോം ചാർജറിന്റെ അപ് ടൈം റേഷ്യോ 98.9% ആണ്. അതായത് സിസ്റ്റം ഒരു ദിവസം
വർക്ക് ചെയ്യുമ്പോൾ അത്രയും ആ ടൈം പീരീഡിൽ 98.9% അത് വർക്കിംഗ് ആയിരുന്നു. അത്രയും അപ്പ് ടൈം റേഷ്യോ ഉള്ള വേറെ ചാർജേഴ്സ് ഇല്ല. ശരി ശരി, അത് അതിന്റെ ഒരു വലിയൊരു പോയിന്റ് തന്നെയാണ്. മനസ്സിലായി. എക്സിക്കുമോ അതേപോലെ തന്നെ അവർ R&Dക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 5% ആണ്. ടോട്ടൽ ടേൺ ഓവറിന്റെ 5% അവർ R&Dക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. ഓരോ സമയത്തും അവരുടെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇനിയിപ്പോ EV-യിലേക്ക് നോക്കുമ്പോ ഈ അപ്ഡേഷൻസിലാണ് കാര്യമല്ലേ. കാരണം മോഡൽസ് കൂടുന്നു, കാറുകൾ കൂടുതൽ ഇറങ്ങാൻ പോകുന്നു. അപ്പോ അത്തരത്തിൽ R&Dയിലേക്കും പ്രൊഡക്റ്റ് എക്സ്പാൻഷനിലും ശ്രദ്ധിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് ഒരുപാട് തലവേദനകൾ. ഇപ്പൊ നമുക്കിപ്പോ ഒരു 60 കിലോവാട്ട് ചാർജ് നമുക്ക് വെക്കാം, അത് നാളെ 120 ആക്കാം. അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഡിവൈസ് വരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഒരൊറ്റ ചാർജറിൽ നമുക്ക് 24 വണ്ടികൾ വരെ 24 ഗണ്ണായിരിക്കും നമുക്ക് ഉണ്ടാവും. 24 കാറുകൾ വരെ നമുക്ക് അറ്റ് എ ടൈം ചാർജ് ചെയ്യാവുന്ന ചാർജേഴ്സ് വരെ അവൈലബിൾ ആണ്. അവൈലബിൾ അല്ല, ഇറങ്ങാൻ പോകുന്നുണ്ട്, R&Dയിലുണ്ട്. അപ്പോൾ അതും ഇപ്പൊ നമ്മളൊരു എക്സിക്കോമിന്റെ ഒരു ചാർജർ നമുക്ക് ചെയ്തു, അപ്പൊ അതും കോമ്പാറ്റബിൾ ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിനൊക്കെ സ്യൂട്ടബിൾ ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല കമ്പനി സെലക്ട് ചെയ്യാന്നുള്ളതാണ് അതിനുള്ളൊരു ആൻസർ. അതേപോലെ എക്സിക്കോം 96% എഫിഷ്യൻസി ഉണ്ട്. വേറെ ഒരു കമ്പനിക്കും 96-ന് മുകളിലേക്കില്ല. അത് കോമ്പറ്റ് ചെയ്യുന്ന 96 വരെയോ അതിന് താഴത്തേക്കാണ് വേറെ ബ്രാൻഡുകൾക്കുള്ളത്. ഏറ്റവും ടോപ്പിലുള്ള എഫിഷ്യൻസിയാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതേപോലെ തന്നെ IP ലിസ്റ്റഡ് ആണ് നമ്മുടെ എക്സിക്കോം എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പൊ അത്രയും എന്താ പറയുന്നത്, അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചാർജർ എക്സിക്കോം. നമ്മുടെ എക്സിക്കോമിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി പോലെ തന്നെ എന്ത് പ്രൊഡക്റ്റും വേണ്ട ഒരു കാര്യമുള്ള സർവീസ്. നമുക്ക് ഇവിടെ കേരളത്തിൽ 2 സർവീസ് ടെക്നീഷ്യന്മാരുണ്ട് എക്സിക്കോമിന്. ഇത്രയും സർവീസ് ടെക്നീഷ്യന്മാരുള്ള വേറെ ബ്രാൻഡ് ഇല്ല. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 24 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 48 hours റെക്ടിഫൈ ചെയ്യുവാണ്. ഇതെല്ലാം നമുക്ക് കമ്പനിയിൽ തന്നെ അറിയാൻ പറ്റും എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത്. നമുക്ക് ഇവിടെ വന്നിട്ട് സൈറ്റിൽ വന്നിട്ട് നോക്കുവോ അല്ലെങ്കിൽ കസ്റ്റമർ അതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം കമ്പനിയിൽ ഇരുന്നിട്ട് തന്നെ ഈ കാര്യങ്ങൾ എന്താ ട്രബിൾ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം വൈഫൈ കണക്റ്റഡും കാര്യങ്ങളും ആണല്ലോ, നമുക്ക് ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിലായാലും ബിസിനസ് സ്ഥാപനത്തിലായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒരു ചെലവിനെ പറ്റിയുള്ള ഒരു ബേസിക് ധാരണ അറിയാമോ? എനിക്കറിയാം പ്രൊജക്ടുകളുടെ സൈസ് ഡിഫറെന്റ് ആണ്, പക്ഷെ ഒരു ബേസിക് ഐഡിയ എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്കൊരു 7 lakh നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ശരിക്കും 30 കിലോവാട്ട് എന്നുള്ളത് മാറിയിട്ട് 60 കിലോവാട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ചാർജർ കാറുകളുടെ കപ്പാസിറ്റിയും അതിന്റെ ചാർജ് ചെയ്യാവുന്ന മാക്സിമം എന്തോരം ചാർജ് ചെയ്യാവുന്ന സ്പീഡും കാര്യങ്ങളും അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റിയും വെച്ചിട്ട് നമുക്കൊരു 60 കിലോവാട്ട് നമുക്ക് ആവറേജ് ആയിട്ടുണ്ട്. അപ്പോൾ 60 വരുമ്പോഴത്തേക്കും നമുക്ക് നിയർലി ഒരു 13 ആ ഒരു റേഞ്ചോളം നമുക്ക് പ്രൈസ് വരുന്നത്. പിന്നെ ഇതെല്ലാം നമുക്കിപ്പോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു അമ്യൂണിറ്റീസ് ഇതിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ഒരു ആള് കാറായിട്ട് വരുന്നു, ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, റെസ്റ്റോറന്റ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഹോട്ടലാണെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാം എന്നുള്ള ആ സിറ്റുവേഷനിൽ അതെല്ലാം നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ മാത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു കഫറ്റീരിയ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഗസ്റ്റ് റൂം ഒക്കെ പോലെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലേ, ആളുകളെ ഇങ്ങോട്ട് വരുത്താനായിട്ട് നമുക്കൊരു കാരണം കിട്ടി. അത് വരുന്ന ആൾക്കാർക്ക് കേട്ടർ ചെയ്ത് എന്ത് ബിസിനസ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോ ഇമ്മീഡിയറ്റ്ലി നോക്കിയാൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലുള്ളവർക്ക് ഇതൊരു എത്രയും പെട്ടെന്ന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിലേക്കും നമ്മൾ സോളാറിൽ പറഞ്ഞ പോലെ ഇവർക്ക് ലോൺസ് അവൈലബിൾ ആണോ, അത്തരത്തിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? ലോൺ ഉണ്ട്. നമുക്കിപ്പോൾ 4 കോടി രൂപയോളം നമുക്ക് ഇപ്പോൾ പുതിയൊരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്കീം നമ്മുടെ PM തന്നെ പ്രൈം മിനിസ്റ്റർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് 4 കോടി രൂപയോളം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ 25% നമുക്ക് അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ 5 കോടി രൂപയോളം നമുക്ക് ലോണായിട്ട് കിട്ടും. അത്രയും ഗവൺമെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും. അത്രയും പോസിബിലിറ്റീസ് അതിനുണ്ട്. നമ്മളുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എൻക്വയറീസ് ഒക്കെ കൂടിയിട്ടുണ്ടോ? ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയി വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്, അത് കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം സോളാറിന് വരുന്ന കോളുകൾ ആ ഒരു റേഷ്യോ വെച്ചിട്ട് ഇത് നോക്കുമ്പോഴത്തേക്കും ഇത് ഒത്തിരി കൂടി വരുന്നുണ്ട് ഡേ ബൈ ഡേ. അപ്പോൾ അത് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ആവശ്യവും ആ ഒരു ഫീൽഡിലുള്ള വളർച്ച അത്രയും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടി വരുന്നുണ്ട്. അത് ഓരോ ദിവസവും നമുക്ക് വിചാരിക്കുന്നതിനൊക്കെ കൂടുതലുള്ളൊരു. ഇപ്പൊ എനിക്ക് ശ്രീകാന്ത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഒരാള് നാഷണൽ ഹൈവേ സൈഡിലോ സ്റ്റേറ്റ് ഹൈവേ സൈഡിലോ
എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ അതിനോടൊക്കെ ചേർന്ന് ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ? ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാഫിനെ നമുക്ക് നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, റിക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് എപ്പോഴും കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് നമ്മുടെ ഫിക്സഡ് ചാർജ് കുറച്ചിട്ടുണ്ട്. നമുക്ക് മന്ത്ലി ഉള്ള ഫിക്സഡ് ചാർജ് നമ്മൾ EV ചാർജിങ് സ്റ്റേഷന് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസ്, റിക്കറിംഗ് ആയിട്ട് വരുന്ന കോസ്റ്റ് അവിടെ 0 ആയി. പിന്നെ വരാവുന്ന എന്താണ് നമ്മുടെ ഇപ്പോൾ വൈഫൈ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്നത് എല്ലാം നമ്മുടെ ഏണിങ്സ് മാത്രമാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അതിന്റെ ആവശ്യം കൂടി വരിക. മനസ്സിലായി. അതും ചെറിയ സ്കെയിലിൽ തുടങ്ങിയിട്ട് അതിനെ വലുതാക്കാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. അതെ 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 അതെ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ രീതിയിലുള്ള സ്ഥലം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഓരോ ദിവസം കൂടി വരികയാണ്. ഇനി ഇതിന്റെ ബിസിനസ് സൈഡിലേക്ക് വന്നാൽ, പൊതുവെ നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണ് താല്പര്യം. അപ്പോൾ ആളുകൾ പൊതുവെ ചോദിക്കുമായിരിക്കുമല്ലോ, ഞാൻ ഇപ്പൊ ഈ മുടക്കുന്ന പൈസ എത്ര നാളുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും, അത് കഴിഞ്ഞാൽ എന്റെ വരുമാനം എത്രയായിരിക്കും? അങ്ങനെ നോക്കുമ്പോൾ ഇത് എങ്ങനെയൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് വരും. പക്ഷെ നമുക്ക് ആവറേജ് ഒരു 3 to 4 വർഷം, അതാണ് ആവറേജ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് എടുക്കുന്നത്. ഇനി അത് ഓരോ ദിവസം വരുമ്പോഴും ആ ഒരു ടൈം പീരീഡ് കുറഞ്ഞു വരും. കാറിന്റെ സൈസ് കൂടുന്തോറും ഇത് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടി വരും. കാറിന്റെ സൈസും ബാറ്ററിയുടെ കപ്പാസിറ്റിയും എണ്ണം കൂടുന്തോറും ഇത് കൂടി വരും. അപ്പൊ ഈ കൊമേഴ്ഷ്യൽ ഇപ്പൊ EV ചാർജിങ് സ്റ്റേഷനിലേക്ക് നമുക്ക് സോളാർ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് പോസിബിൾ ആണോ? പോസിബിൾ ആണ്, നല്ല പോസിബിൾ ആണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അത് ഒരു 10 ലക്ഷം രൂപ വരെ സബ്സിഡി ഉണ്ടായിരുന്നു. 50 കിലോവാട്ട് സോളാർ ചെയ്യുമ്പോൾ 50 കിലോവാട്ടിന് 10 ലക്ഷം രൂപ സബ്സിഡി ഗവൺമെന്റ് തരുന്നുണ്ടായിരുന്നു. ശരി. പക്ഷെ അന്ന് ആ സമയത്ത് വന്ന ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അത് വേണ്ട, സബ്സിഡി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ROE ഒരു 3 to 3.5 വർഷത്തിലുള്ള ROE മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം സോളാറിൽ ചെയ്താലും കാരണം നമുക്ക് 9 രൂപ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 4 മണി വരെയാണ് നമുക്ക് 5 രൂപ റേറ്റിൽ നമുക്ക് ചാർജിങ്ങിനുള്ള കറണ്ട് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന കറണ്ട്, ഉപയോഗിക്കുന്ന കറണ്ടിനല്ല നമ്മൾ 9.5 9.5 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ KSBക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ സോളാർ ചെയ്തിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 3 അല്ലെങ്കിൽ 3.5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ROE മീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അത് എപ്പോഴും ഈ സോളാറിന്റെ ഈ പറയുന്ന 9.5 റുപ്പീസ് പെർ ഒരു 1000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയായി? അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് EV ചാർജിങ്ങിന് നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റിന് കിട്ടുന്ന 12 to 14 രൂപയൊക്കെയാണ് ആവറേജ് കിട്ടുന്നത്. ആ എമൗണ്ട് പ്ലസ് ഈ 9.5 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സേവിങ്സ് ആയി? അപ്പൊ അത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ലാഭമാണ്. അപ്പൊ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിന് അത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.